ദളിത് ഭാഗം 2. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വാക്കി പറയാൻ വിലക്ക്. വീട് സ്വന്തം, പക്ഷെ ജീവിതം സ്വന്തമല്ല. ജോലി വിലക്ക്. രാഘവനും ദേവകിയും ചെയ്യുന്നത് പട്ടിപ്പണി മാത്രം. മനക്കൽ പറമ്പിൽ മറ്റൊരു ജോലി ചോദിച്ചാൽ നിങ്ങളുടെ ജാതിക്ക് അതേ പറ്റൂ എന്ന് കേൾക്കും. അമ്പലമിനപ്പ്. കോളനിയിൽ നിന്ന് 50 മീറ്റർ നടന്നാൽ മനക്കൽ അമ്പലം. ആ അമ്പലത്തിലെ മണി അവർക്ക് കേൾക്കാം, പക്ഷെ ഉള്ളിൽ കയറാൻ പാടില്ല. നടയിൽ നിന്നാൽ പോലും ഗോപാലൻ എന്ന പണിക്കാരൻ ഓടിച്ചു വിടും. വെള്ളം നിനക്ക്. പൊതുക്കിണർ പകൽ 12 മുതൽ 2 വരെ മാത്രം. ആ സമയം വൈകിയാൽ വെള്ളമില്ല. പാതവിലക്ക്. നാട്ടിലെ പ്രധാന നടപ്പാത. കോളനിക്കാർക്ക് കൂടുതൽ പാടില്ല. ചളിയിൽ കൂടി നടക്കണം. പട്ടിണി. മാസം അവസാനിക്കുമ്പോൾ അരിയില്ല. രാഘവന്റെ പൂരി തികയില്ല. ദേവകി കഞ്ഞിവെള്ളം കുടിക്കും. കുട്ടികൾക്ക് ചോറ് കൊടുത്തു. ഒരു സാധാരണ ദിവസമായിരുന്നു അന്ന്. രാവിലെ 5 മണി. ഇരുട്ട്. രാഘവൻ എണീക്കും. ദേവകി ചായ വെക്കും. പഞ്ചസാരയില്ല, കറുത്ത ചായ. കുഞ്ഞുണ്ണിയും കല്യാണിയും എണീക്കും. മുഖം കഴുകാൻ വെള്ളം കുറവ്. സ്കൂൾ യൂണിഫോം 2 പേർക്കും കൂടി 2 മാത്രം. അത് മാറി മാറി ഇടും. കീറിയിടത്ത് ദേവകി തുന്നും. കുഞ്ഞുണ്ണി സ്കൂളിലേക്ക് ഇറങ്ങും. പോകുന്ന വഴി മനക്കൽ അമ്പലം. അവൻ തലകുഞ്ചു നടക്കും. അകത്തേക്ക് നോക്കില്ല, കാരണം നോക്കിയാൽ കുറ്റം. സ്കൂളിൽ ടീച്ചർ ചോദിക്കും, ഉണ്ണി ഹോംവർക്ക് ചെയ്തോ? ഉണ്ണി തല കുനിക്കും. ഇല്ല ടീച്ചർ. മഴ, പുസ്തകം നനഞ്ഞ്. ടീച്ചർക്കറിയാം, പക്ഷെ ഒന്നും പറയില്ല, കാരണം ടീച്ചറും ഈ വ്യവസ്ഥയുടെ ഭാഗമാണ്. വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അമ്മയുടെ കഞ്ഞി കാത്തിരിക്കും. കല്യാണി ചേട്ടന്റെ ബാഗ് എടുത്തു വെക്കും. രാഘവൻ മുറ്റത്തിരുന്ന് പറയും, മോനെ നന്നായി പഠിക്കേ, നമ്മളുടെ താർപ്പായ മാറണം. രാത്രി മഴ പെയ്യുന്നു. താർപ്പായയിൽ നിന്ന് വെള്ളം തുള്ളി തുള്ളി വീഴുന്നു. 4 പേരും ഒരു ഷീറ്റിന് കീഴിൽ കൂടും. കുഞ്ഞുണ്ണി പുസ്തകം തുറക്കും. മെഴുകുതിരി കത്തിക്കും, കാരണം കറണ്ടില്ല. കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ല. കല്യാണി ചേട്ടന്റെ തോളിൽ ചായും. ചേട്ടാ, ഉറക്കം വരുന്നു. ഉറങ്ങിക്കോ കല്യാണി, ഞാൻ പഠിക്കാം. പുറത്ത് മഴ, അകത്തൊരു കുടുംബം, ഒരു താർപ്പായ, ഒരു മെഴുകുതിരി, ഒരു സ്വപ്നം. അതാണ് രാഘവൻ, അതാണ് ദേവകി, അതാണ് കല്യാണി, അതാണ് കുഞ്ഞുണ്ണി. വിലക്കപ്പെട്ടവർ, പക്ഷെ തോൽക്കാൻ വിധിക്കപ്പെടാത്തവർ. മഴ തോന്നിട്ടില്ല, പക്ഷെ സ്കൂളുണ്ട്. ചിത്തൂർ സർക്കാർ LP സ്കൂൾ കോളനിയിൽ നിന്ന് 1 കിലോമീറ്റർ നടപ്പ്. വഴി മുഴുവൻ ചെളി. കുഞ്ഞുണ്ണി ഇറങ്ങുമ്പോൾ കയ്യിൽ കുടയില്ല. വീട്ടിൽ കുടയില്ല. അച്ഛന്റെ പഴയ പ്ലാസ്റ്റിക് ഷീറ്റ് ഒരു കഷ്ടമുണ്ട്, പക്ഷേ അത് മേൽക്കൂരയ്ക്ക് വേണം. ദേവയ്ക്ക് പറഞ്ഞു, മോനെ ചേമ്പില പറിച്ചോ? കോളനിയുടെ അരികിൽ ഒരു ചേമ്പ് പറമ്പ്. അവിടെ നിന്ന് 2 വലിയ ചേമ്പില പറിച്ചു. തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര പോലെ പിടിച്ചു. ചേമ്പിലയിലൂടെ വെള്ളം തുള്ളി തുള്ളി മുഖത്തേക്ക് പോകും. യൂണിഫോം മുഴുവൻ നനയും. കാലിൽ ചെളി കയറും. ചേട്ടാ, ഞാനും വരട്ടെ? കല്യാണി ചോദിച്ചു. വേണ്ട കുട്ടി, നീ ഇന്ന് പോണ്ട, നനഞ്ഞാൽ പനിക്കും. കുഞ്ഞുണ്ണി ഒറ്റയ്ക്കിറങ്ങി. സ്കൂളിന്റെ ഗേറ്റിൽ എത്തിയപ്പോഴേക്കും അവനൊരു ചെളി മനുഷ്യനായി. മുടി മുഴുവൻ നനഞ്ഞു. ഷർട്ട് ദേഹത്ത് ഒട്ടിപ്പിടിച്ചു. സ്കൂളിലെ മറ്റു കുട്ടികൾ കുടയുമായി വണ്ടിയിൽ ഷൂ ഇട്ട്. അവരെല്ലാം ക്ലാസിന്റെ മുന്നിലിരിക്കും. കുഞ്ഞുണ്ണിയുടെ സ്ഥലം അവസാനത്തെ ബെഞ്ച്, ജനലിന്റെ ഓരം. അവിടെ നിന്ന് മഴ നേരിട്ടടിക്കും. ടീച്ചർ ശാരദ ടീച്ചർ നല്ല മനസ്സുള്ള ആള്. പക്ഷേ ഉണ്ണി എണീക്ക്, ബോർഡിലെ കണക്കെഴുത്. കുഞ്ഞുണ്ണി എണീക്കും. ചേമ്പലിയുടെ മണവും ചെളിയുടെ മണവും കൂടി ക്ലാസ് മുഴുവൻ ഒന്ന് മൂക്കത്ത് പിടിക്കും. ഒരു കുട്ടി ചിരിക്കും. ടീച്ചറെ, ചേമ്പ് വാസന. ടീച്ചർ ശകാരിക്കും, മിണ്ടരുത്. പക്ഷെ അവളും കുഞ്ഞുണ്ണിയെ അടുപ്പിച്ചു വിളിക്കില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം. എല്ലാ കുട്ടികളും നിറയും. കുഞ്ഞുണ്ണിയുടെ ഊഴം വരുമ്പോൾ അടുക്കള അമ്മ പറയും, നീ അപ്പുറത്ത് മാറി നിന്ന് വാങ്ങിക്കും മോനെ. വെള്ളം കുടിക്കാൻ അവന്റെ ഗ്ലാസ് പ്രത്യേകം. പ്ലാസ്റ്റിക് ഗ്ലാസ്, പേര് എഴുതിയത്, ആരും തൊടില്ല. ഗണിത ടെസ്റ്റ് ഉണ്ട്. കുഞ്ഞുണ്ണി ഒന്നാമത്, 100-ൽ 100. ടീച്ചർ മാർക്കിടും, പക്ഷെ പറയും, നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ വൃത്തിയായി ഇരിക്കാൻ നോക്കും. വൃത്തി. വീട്ടിൽ വെള്ളം തന്നെ കുറവുള്ളവരോട്. ഉച്ചയ്ക്ക് ശേഷം മഴ കൂടി. വീട്ടിലേക്ക് പോകാൻ കുഞ്ഞുണ്ണി ഇറങ്ങി. വീണ്ടും ചേമ്പില. കാറ്റിൽ ചേമ്പില പറന്നുപോയി. അവൻ മഴ നനഞ്ഞോടി. കോളനിയിൽ എത്തിയപ്പോൾ 7 മണി. ഇരുട്ടി തുടങ്ങി. വെളിയിൽ നിന്ന് നോക്കിയാൽ ഒരു കറുത്ത കൂര. അകത്ത് മെഴുകുതിരി വെളിച്ചം. അമ്മേ, കുഞ്ഞുണ്ണി വിറച്ചുകൊണ്ട് വിളിച്ചു. ദേവിക്ക് ഓടി വന്നു. മകൻ മുഴുവൻ നനഞ്ഞു. ചുണ്ടുകൾ നീവിച്ചു. അയ്യോ മോനെ, പനിക്കും കേട്ടോ. അവൾ അവനെ വാരിയെടുത്തു. രാഘവൻ പുറത്തുനിന്ന് വിറക് ശേഖരിച്ചു വന്നു. നനഞ്ഞ വിറക്. പുകഞ്ഞ തീ കത്തിച്ചു. ദേവകിക്ക് ഒരു ശീലമുണ്ട്. മകൻ മഴ നനഞ്ഞു വന്നാൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ഉണ്ടാക്കി കൊടുക്കും. അരിയുണ്ടോ? ഇല്ല. പപ്പടമുണ്ടോ? ഉണ്ട്. മാസം തുടക്കത്തിൽ മനക്കിൽ നിന്ന് കിട്ടിയത് സൂക്ഷിച്ചു വെച്ചത്. അടുപ്പ് കൂട്ടി ചട്ടി ചൂടാക്കി പപ്പടം വറുത്തു. പപ്പടത്തിന്റെ മണം ആകെ വീട് മുഴുവൻ.
അമ്മയെ പപ്പടം. കല്യാണി വായിൽ വെള്ളം ഒലിപ്പിച്ചു നിന്നു. നീ പിടിച്ചു കുട്ടി. ദേവകി ആദ്യം മകന് കൊടുത്തു. ചൂടോടെ. കരകര ഉപ്പും കുരുമുളകും മാത്രം. പക്ഷെ കുഞ്ഞുണ്ണിക്ക് അത് 5 നക്ഷത്ര ഹോട്ടലിലെ ബിരിയാണിയേക്കാൾ സ്വാദുണ്ടായിരുന്നു. അമ്മേ, സ്കൂളിൽ കുഞ്ഞുണ്ണി പറയാൻ തുടങ്ങി. മതി മോനെ, കഴിക്ക്, പിന്നെ പറയാം. ദേവിക്ക് മകന്റെ നനഞ്ഞ മുടി തുവർത്തി. പപ്പടം കഴിച്ചു. ശരീരത്തിന് ചൂട് വന്നു. മഴ ഒന്ന് തോർന്നു. നിലാവ് വന്നു. ചെളി നിറഞ്ഞ മുറ്റം. പക്ഷെ കുട്ടികൾക്ക് അത് കളിസ്ഥലമാണ്. അമ്മേ, ഒന്ന് കളിച്ചോട്ടെ, കുഞ്ഞുണ്ണി ചോദിച്ചു. ദേവകി ചിരിച്ചു. പോയി കളിക്ക്, പക്ഷെ ചളിയാക്കണ്ട. പക്ഷെ ചളിയാക്കാതെ എങ്ങനെ? കല്യാണി ഓടി വന്നു. ചേട്ടൻ, നമുക്ക് കളിക്കാം. എന്താ കളി? അമ്മയും കുട്ടിയും. കോളനിയിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട കളി. ദേവിക ചിരിച്ചുകൊണ്ടിരുന്നു. ശരി, ഞാൻ അമ്മ. കുഞ്ഞുണ്ണി ഒരു കമ്പെടുത്തു. ഞാൻ അപ്പൻ. ജോലിക്ക് പോയി വരുന്നു. കല്യാണി ചെടി കൂട്ടി. ഞാൻ കുട്ടി. എനിക്ക് ചോറ് താ. ദേവിക ഒരു പഴയ ഓല എടുത്തു. അതിൽ ചുളി വെച്ചു. ഇന്ന മോനെ ചോറ്. ചൂടോടെ. 3 പേരും ചിരിച്ചു. ആ ചിരി, ആ ചെളി, ആ താർപ്പായുടെ മുന്നിൽ. രാഘവൻ അകലിൽ നിന്ന് നോക്കി നിന്നു. കണ്ണു നിറഞ്ഞു. എടി ദേവകി, അവൻ വിളിച്ചു. എന്താ? നമ്മൾ പാവപ്പെട്ടവരാ, പക്ഷെ നമ്മുടെ വീട്ടിൽ ചിരിയുണ്ട്. അത് മതി. ദേവകി തലയാട്ടി.